ഇനി ഒരു കുരുന്നും ഇവിടെ ഇനി കുടുക്ക പൊട്ടിക്കില്ല. ആകാശം ഇടിഞ്ഞു വീണ് ഇടിനാശമെന്ന് കേട്ടാലും ഒരു സുബൈദയും ഇനി ആടിനെ വിൽക്കില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരാളും പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ, ന്യൂസ് ചാനലിലും വന്നിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പറയുന്ന ആളുകൾ നിങ്ങൾ നേരിട്ട് പോയിട്ട് കൊണ്ടുപോയി കൊടുക്കും? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു പൈസ പോലും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് വാർത്ത പ്രചരിപ്പിക്കുന്ന എല്ലാവരോടും ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾ ആരെങ്കിലും കൊടുക്കും? പിന്നെ വെറുതെ എന്തിനാ അങ്ങനത്തെ പൊട്ടത്തരം വിളിച്ചു പറയേണ്ട ആവശ്യം? ഈ സമയത്ത് ഇങ്ങനത്തെ പൊട്ടത്തരം വിളിച്ചു പറയേണ്ട സമയമാണോ? നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട, ചെയ്യുന്ന ആളുകളെ നമ്മൾ മുടക്കണ്ട. ഒരുപാട് ആളുകൾ കോടികൾ ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഒരുപാട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും ചെയ്യാനുണ്ട്. ഒരുപാട് ആളുകൾ ഇനിയും ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ ഇവിടെ 100-500 അയക്കുന്ന ആളുകൾ 100 പ്രാവശ്യം ചിന്തിച്ചിട്ട് ഇത് കിട്ടും, എൻ്റെ 500 പോവുക, എൻ്റെ 100 പോവുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കുക. 1 കോടി, 5 കോടി, 20 ലക്ഷം, 10 ലക്ഷം പല ഓഫറും ചെയ്ത ആളുകൾക്ക് ഈ സംശയമില്ല, ഒരു ഉഷാറായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. എന്താണ് കഥ? ഒരുപാട് ആളുകൾ ഇപ്പോൾ അവിടെ പോയിട്ട് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അവർക്ക് കുടുംബങ്ങളിലേറ്റാണ്. ഡെയിലി കൂലിപ്പണിക്ക് പോയിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിലുള്ളത്. ബാക്കി സൈനികരും എല്ലാവരും ഉണ്ട് അതിൻ്റെ കൂടെ. അവർക്ക് എന്തെങ്കിലും ശമ്പളം കിട്ടിയിട്ടാണോ, അല്ലെങ്കിൽ അവർ രാഷ്ട്രീയം നോക്കിയിട്ടാണോ, മതം നോക്കിയിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കിയിട്ടാണോ? നമ്മൾ ഒന്നും ചെയ്യാത്ത ആളുകൾ വീട്ടിലിരുന്ന് വാട്സപ്പും ആക്കി ഇങ്ങനെ കുത്തിരിക്കും, അല്ലെങ്കിൽ ടി വിയും കണ്ടു കുത്തിരുന്നിട്ട് വെറുതെ എന്തെങ്കിലും അടിച്ചു വിടും. എങ്കിലും മുന്നേ നടന്ന കുറേ പ്രശ്നങ്ങൾ എടുത്തിട്ടില്ല, ഇങ്ങനെയായിരുന്നു അന്ന് നടന്നത്, അതുകൊണ്ട് ഇനി ആരും കൊടുക്കണ്ട, ഇങ്ങനെയായിരുന്നു ഇന്ന് നടന്നത്. അതിൻ്റെ സമയമാണോ ഇപ്പോൾ? പിന്നെ ഈ സമയത്ത് രാഷ്ട്രീയത്തിൻ്റെ കാര്യം നമ്മൾ പറയുന്നതിൽ ഒരു സ്കോപ്പും ഇല്ല, വെരി ഡേഞ്ചറാണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. ഇത് നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, ചിലവർക്ക് ഇഷ്ടപ്പെടാം. ഈ സമയത്ത് നമ്മൾ രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല, ഒന്നും നോക്കണ്ട, രാഷ്ട്രീയം നോക്കണ്ട, ഒന്നും നോക്കണ്ട. നമ്മൾ പറ്റുമെങ്കിൽ സഹായിക്കുക.